അധ്യക്ഷൻ പ്രിയ സുഹൃത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ശ്രീ അജിത് കൃഷ്ണ, ഈ യോഗത്തില് പദ്ധതി വിശദീകരിക്കുന്ന ശ്രീമതി അനീസ, ജില്ലാ കൃഷി ഓഫീസർ ഉൾപ്പെടെ ഇവിടെ സ്വാഗതം ആശംസിച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശുഭകുമാരി ടീച്ചർ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള ത്രിതല പഞ്ചായത്തിന്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ, കൃഷി വകുപ്പിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ, പ്രിയമുള്ള കർഷകർ, ഇതിന്റെ മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, പ്രിയമുള്ളവരെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ പത്തനാപുരം ബ്ലോക്ക് തലത്തിലുള്ള കിസാൻ മേളയും കാർഷിക പ്രദർശനവും ഉദ്ഘാടനം ചെയ്യുന്ന ഈ വേദിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. വളരെ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായി ഇത്തരത്തിലെ ക്യാമ്പുകൾ സംഘടിപ്പിക്കുമ്പോൾ, ഇത്തരത്തിൽ സെമിനാറുകൾ സംഘടിപ്പിക്കുമ്പോൾ, അതിനപ്പുറത്തേക്ക് പ്രദർശനങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ സാധാരണക്കാരെയും കർഷകരെയും ചേർത്ത് നിർത്തുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സംരംഭം നിലയിലാണ് ഇത്തരത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. കാർഷിക മേഖലയിലെ നിരവധിയായ പ്രതിസന്ധികൾ, ആ പ്രതിസന്ധികളെ സംബന്ധിച്ച് ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട സമയമാണെന്ന് നമുക്ക് പറയാം. നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ബഡ്ജറ്റിൽ ഈ മേഖലയ്ക്ക് വേണ്ടത്ര ഊന്നൽ നൽകിക്കൊണ്ട് തന്നെയാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകാൻ ഈ അവസരത്തിൽ കഴിയുന്നില്ല. കാരണം ഇതിന്റെ മറ്റൊരു വശം, വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട നിരവധിയായ വിഷയങ്ങൾ നമ്മുടെ നിയോജകമണ്ഡലത്തിൽ ഉൾപ്പെടെ സജീവമായി നൽകുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി, കുറേ ദിവസങ്ങളായി നമ്മുടെ കിഴക്കൻ മലയോര മേഖലയിൽ നമ്മുടെ സഹോദരന്മാർ സഹോദരികൾ താമസിക്കുന്ന പ്രദേശത്ത് വന്യജീവികളുടെ ആക്രമണം വളരെ ഗുരുതരമായ രീതിയിൽ നടക്കുകയാണ്. അതിന്റെ ഭാഗമായി കുറേ ദിവസങ്ങളായി കാട്ടാനകൾ നാട്ടുപ്രദേശത്തേക്ക് ഇറങ്ങി നിലയുറപ്പിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഉച്ച കഴിഞ്ഞ് വളരെ കൃത്യമായി അവയെ തിരിച്ച് വനത്തിലേക്ക് അയക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു മിഷൻ ഫോറസ്റ്റും പോലീസും മറ്റ് സർക്കാർ സംവിധാനങ്ങളും ചേർന്നുകൊണ്ട് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പം അതിൻ്റെ ഭാഗമായി DFOയുടെ നേതൃത്വത്തിലൊരു മീറ്റിംഗ് അടിയന്തരമായി വിളിച്ചു ചേർത്താണ് 11 മണിക്ക് പ്രവർത്തനം. DFO ഉൾപ്പെടെ മുഴുവൻ ആളുകളോടെ എത്തിക്കുന്നത് ഉച്ച കഴിഞ്ഞ് എങ്ങനെയാണ് ഈ മിഷൻ നടപ്പിലാക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് കൂടി ചർച്ച ചെയ്യുന്നതിനാണ് ഇത്തരത്തിൽ യോഗം വിളിച്ചിട്ടുള്ളതുകൊണ്ട് അതിൽ പങ്കെടുക്കണം വളരെ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാനിതിൻ്റെ മറ്റു വിഷയങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. ഒരിക്കൽ കൂടി ഇത്തരത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഈ കിസാൻ മേളയും അതുപോലെ കാർഷിക പ്രദർശനവും സംഘടിപ്പിച്ചതിനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന ജനപ്രതിനിധികൾ ഉൾപ്പെടെ, ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ, കർഷകർ ഉൾപ്പെടെ നമ്മുടെ പ്രദേശത്തിന് മണ്ണുമായും കൃഷിയുമായും പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്ന മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമ്പോൾ കാർഷിക മേഖലയിലെ വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചതിനുള്ള സന്തോഷം ഒരിക്കൽ കൂടി പങ്കുവച്ചുകൊണ്ട് ഔപചാരികമായി ഞാൻ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. കുടുംബത്തിൽ വെച്ച ആളെന്ന നിലയിൽ നമ്മുടെ പ്രദേശമാകെ കർഷകരെ കൊണ്ട് കർഷക വ്യക്തികൾ അഭിവൃദ്ധിമായി ജീവിക്കുന്ന നിരവധി ആളുകളുള്ള ഒരു സ്ഥലമായതുകൊണ്ടും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഓരോ മേഖല തിരിച്ച് അല്ലെങ്കിൽ ക്ലസ്റ്റർ തിരിച്ച് ഒരു ഉൽപ്പന്നങ്ങൾ ഉൽപാദനം നടത്തുകയും അതിലൂടെ വലിയ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു വസ്തുതയുണ്ട്. പലപ്പോഴും നമ്മൾ എല്ലാ കൃഷിയും കുറേശ്ശെ ചെയ്യുന്ന തരത്തിലേക്ക് മാറുമ്പോഴാണ് പലപ്പോഴും ഈ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള വില ലഭിക്കാതെ പോയെന്ന് ഞാൻ എൻ്റെ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ശരിയാകും തെറ്റാകും. നമ്മൾ ഓരോ മേഖല തിരിച്ച് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട കൃഷിക്കും ടൂറിസത്തിനുമാണ് ഞങ്ങൾ ഊന്നൽ നൽകിയിരിക്കുന്നത്. ഈ കൃഷി മേഖലയെ കൂടുതൽ കരുത്താർജിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു ആവശ്യകതയുണ്ട്. നമ്മുടെ കർഷക സമ്പത്ത് വർദ്ധിപ്പിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ അതിനുണ്ടാകുന്ന മാറ്റങ്ങൾ വലുതാണ്. നമ്മുടെ ആരോഗ്യവും അതിനനുസരിച്ച് വർദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ.